ബ്ലാക്ക് മാജിക് എന്നൊക്കെ ഒത്തിരി പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കിത് കേരളത്തിൽ ഇങ്ങനെ ഒത്തിരി ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ടെന്നത് എനിക്ക് വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഈയിടെയായിട്ടൊരു വാർത്ത വന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അപ്പനെ മകൻ കൊന്നു. അപ്പം ആ കുട്ടിയുടെ അമ്മ പറയുന്നതാണ് ഇങ്ങനെ ഈ കുട്ടി ബ്ലാക്ക് മാജിക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളത്. അതായത് ഈ കുട്ടി ഒരു ക്രിസ്ത്യാനിയാണ്. നല്ലപോലെ പ്രാർത്ഥനയും ഭക്തിയും കാര്യങ്ങളെല്ലാം ഉണ്ടായി പള്ളിയിൽ പോവുകയൊക്കെ ചെയ്ത് നല്ല മര്യാദയ്ക്ക് വളർന്നിരുന്ന ഒരു കൊച്ചാണ്. അപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്തും കണ്ട് ഈ കൊച്ച് ചൈനയിൽ ഡോക്ടറാകാൻ പഠിക്കുമായിരുന്നു. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ കോവിഡൊക്കെ വന്നപ്പോഴേക്കും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ തിരിച്ചു വന്ന് നാട്ടിൽ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് എറണാകുളത്തും കണ്ട് ആക്ടിങ് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. ഈ സിനിമയുടെ ഒരു ഭ്രമം വരുമല്ലോ ചെറുപ്പക്കാർക്കൊക്കെ, അങ്ങനെ ആക്ടിങ് പഠിക്കാൻ പോയി. എറണാകുളത്തൊക്കെ ഒത്തിരി ഇങ്ങനെ കൂണ് പോലെ മുളച്ച് പൊന്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ ആക്ടിങ് പഠിക്കാനുള്ള ഒത്തിരി കോഴ്സുകളും കാര്യങ്ങളൊക്കെ അവർ ചുമ്മാ എല്ലാം ഒന്നും നല്ലതൊന്നും അല്ല, ഇങ്ങനെ തട്ടിക്കൂട്ട് സ്ഥാപനങ്ങളൊക്കെ ഒത്തിരി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഈ കൊച്ചു എങ്ങനെയോ ഈ ബ്ലാക്ക് മാജിക്കുകാരുടെ പിടിയിൽപ്പെട്ടു പോയെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സംഘങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഓരോ പ്രലോഭനങ്ങളൊക്കെ പെടുത്തി ആൾക്കാരെ കുട്ടികളെ ആണേലും അതിലേക്ക് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അങ്ങനെ വെള്ളം പെട്ടുപോയതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. അത് കൊടുക്കുമായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് അവന് ഒരു കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്തോ സിനിമ ആക്ടറായിട്ടാ അങ്ങനെ എന്തോ എറണാകുളത്ത് ഒരു കോഴ്സുണ്ട് 3 മാസത്തെ. അപ്പോൾ അവിടെ 90,000 രൂപ അടയ്ക്കണം. 30,000 രൂപ അവന് നിൽക്കണതിന് 10,000 രൂപ വെച്ച് അവിടെ കൊടുക്കണം. പിന്നെ അവൻ്റെ ഫുഡ് 5,000 രൂപ വെച്ച് അങ്ങനെ ഏതാണ്ട് 1.5 ലക്ഷം രൂപ അപ്പോഴങ്ങനെ കൊടുത്തു. എന്നിട്ട് കോഴ്സ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അവന് സ്വഭാവം വീണ്ടും ഭയങ്കര മാറ്റം. അതായത് ചൈനയിൽ നിന്ന് വന്നതിന് ശേഷം ഈ സിനിമ ആക്ടിങ് പഠിക്കാൻ പോയി. ആക്ടിങ് പഠിക്കാൻ പോയതിനു ശേഷമാണ് കുറച്ചുകൂടി മാറിയത്. അത് തൊട്ട് ഇവന് ഭയങ്കര മാറ്റമായി. എറണാകുളത്ത് പോയതിന് ശേഷം അവിടെ എന്നിട്ട് അവൻ്റെ അതുവരെ ഞങ്ങളെ കൂടെ ചർച്ചിലെല്ലാം വരും, പ്രാർത്ഥനയിലും പ്രസംഗിക്കും, നന്നായിട്ട് പാടും, എല്ലാ കഴിവുമുണ്ട്, നല്ല പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഇവൻ ഈ എറണാകുളത്ത് ഈ കോഴ്സിന് പോയിട്ട് വന്നതിന് ശേഷം ഈ മോൻ ചർച്ചിൽ വരില്ല. വിളിക്കുമ്പോഴൊന്നും പിന്നെ ഞാനിനി അങ്ങോട്ടില്ല എന്ന് പറയും. അങ്ങനെ ഇരുന്ന് പല ആവർത്തി വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് വീട്ടിൽ അല്ലെങ്കിൽ നല്ല ക്രിസ്ത്യൻ പാട്ടൊക്കെ ഇടുമായിരുന്നു. പിന്നെ വീട്ടിൽ ഈ നമ്മൾ ക്രിസ്ത്യൻസ് അല്ലേ, അപ്പം നമ്മൾ വേറെ പാട്ടൊന്നും ഇടില്ല. എപ്പോഴും ഈ ഓം എന്നൊക്കെ ഉള്ള അശരീരിയായിട്ടുള്ള ഓം എന്തോ ഒരു വൈബ്രേഷൻ പോലെ ഈ ഹിന്ദുവിൻ്റെ കേട്ടിരിക്കാൻ പറ്റില്ല. ഒരു വല്ലാത്തൊരു മൊത്തം വീടും ഇതായിട്ട് ആ ഒരു പാട്ടിടും. എപ്പോഴും ഇവൻ പുറത്തിറങ്ങിയാലും ഇട്ടിട്ട് ഇറങ്ങും. നമുക്ക് ചെന്ന് പെട്ടെന്ന് ഓഫാക്കാനാ അത് ചെയ്യുമെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യും. എപ്പോഴെങ്കിലും ഈ സംഭവം നടക്കുന്നതിന് മുന്നേ എപ്പോഴെങ്കിലും അമ്മയോ അച്ഛനെയോ എപ്പോഴെങ്കിലും വഴക്ക് പറയുകയോ അല്ലെങ്കിൽ മർദ്ദിക്കുകയോ ചെയ്തിട്ടുണ്ടോ മുൻപ്? ആവർത്തി ചെയ്തിട്ടുണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് ഈ കുട്ടി ഇങ്ങനെ മാതാപിതാക്കളോട് പിന്നെ ഒരു താല്പര്യമില്ല, അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവരൊന്നും മിണ്ടാനൊന്നും ഈ കുട്ടിയെ ചോദ്യം ചെയ്യാനോ ഒന്നും സംസാരിക്കാനോ ഒന്നും ഇഷ്ടമില്ല. റൂമിൽ അടച്ചിരുന്ന് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാന്നാണ് പറഞ്ഞത്. ഓരോ പിന്നെ വീഡിയോ ഒക്കെ ഓരോ ഇങ്ങനെ പാട്ടുകളൊക്കെ വെച്ച്, അതായത് ഒരുപാട് ഭീതി പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ മാതാപിതാക്കൾക്ക് ശബ്ദിക്കാൻ പറ്റില്ല, അവരെ ഉപദ്രവിക്കുക എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നതല്ലേ. അപ്പോൾ എറണാകുളത്തൊക്കെ എന്ത് വിശ്വസിച്ചാണ് ഈ എറണാകുളത്ത് ഉള്ള ഒരു മായ എന്ന് പറഞ്ഞ ഒരു പിന്നെ ബ്ലോഗറുടെ, അതായത് യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ഒരാളുടെ വീഡിയോയിൽ നിന്നാണ് ഞാനിത് കണ്ടത്. അതിനെക്കുറിച്ച് ആ പുള്ളിക്കാരി പറയുന്നത് എറണാകുളത്ത് അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ളവർക്കൊന്നും ഇങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. കാരണം അവരിങ്ങനെ കുറവാണെന്നുള്ളതാണ്. അവരിത് ചെറുപ്പം മുതൽ അവിടെ ജീവിച്ച് വളർന്നു വന്നവരാണല്ലോ. പക്ഷേ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ അങ്ങോട്ട് ചെല്ലുന്നവർ പെട്ടെന്ന് ഒരു ദിവസം ഈ പിന്നെ കൂടുതൽ സിറ്റിയിലെ ലൈഫിലേക്ക് അങ്ങോട്ട് എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോൾ അവർ പല കാര്യങ്ങളിലും പെട്ടുപോകും. ആൾക്കാരിങ്ങനെ ഉള്ള പിള്ളേരെ പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ ഇങ്ങനത്തെയുള്ള സംഘടനകൾ, അതുപോലെ മദ്യവും മയക്കുമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പിള്ളേർ പെട്ടുപോകുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എറണാകുളത്ത് ഇപ്പം ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ലെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ നല്ലതായിട്ട് ജീവിക്കേണ്ടവർക്ക് നല്ലതായിട്ട് ജീവിക്കുകയും ചെയ്യാം. അതുപോലെ എറണാകുളത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് നമ്മുടെ നാട്ടിൻ പുറത്ത് താമസിക്കുന്ന പോലെ തന്നെ താമസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരുണ്ട്.
അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തൊരു കഷ്ടമാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് ഞാൻ അവരുടെ വീഡിയോയിൽ തന്നെ കണ്ടതാണേ. അപ്പം അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം നമുക്കാർക്കും ഇതിനെക്കുറിച്ച് വലിയ ഊഹാപോഹങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതെങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ അപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടും കൂടെ ഞാൻ ഇത് കാണിക്കുന്നത്. കൊച്ചിയിലെ സാത്താൻ സേവകർ 1000 കന്യകമാരെ നഗ്നരാക്കി നിർത്തി പൂജ നടത്താൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിലും അന്വേഷണം കാര്യമായി ഫലം കണ്ടില്ല. കൊച്ചിയിലെ രഹസ്യ ദ്വീപിൽ വെച്ച് പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥന നടത്തുകയാണ് സംഘത്തിന്റെ ലക്ഷ്യമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. കോഴിക്കോടും കൊച്ചിയിലും ആലപ്പുഴയിലും കോട്ടയത്തും തിരുവനന്തപുരത്തും സാത്താൻ സേവാ സംഘങ്ങൾ സജീവമാണത്രേ. നഗരങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടുകളും ഫ്ളാറ്റുകളും കേന്ദ്രീകരിച്ചാണ് ഇത്തരം സാത്താൻ സേവാ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. ഭയാനകവും വിചിത്രവുമാണ് ഇവരുടെ ആചാര രീതികൾ. വിദേശികളടക്കം പങ്കെടുക്കുന്ന സാത്താൻ സേവകർ പലപ്പോഴും സ്പോൺസർ ചെയ്യുന്നത് ലഹരി മാഫിയ സംഘങ്ങളാണ്. ചെകുത്താനെ വാഴ്ത്തിപ്പാടുന്നതോടെ ആരാധനകൾക്ക് തുടക്കമാകുന്നു. തലയോട്ടിയിൽ ശേഖരിച്ച മൂത്രവും ആർത്തവ രക്തവും നഗ്നയായ കന്യകയും ആടും ഒക്കെ ആവശ്യമുണ്ട് ഇവരുടെ ആഭിചാര ക്രിയകൾക്ക്. വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ വരികൾ തലതിരിച്ചാണ് വായിക്കുക. ദൈവം എന്നിടത്ത് സാത്താൻ എന്നും നന്മ എന്നിടത്ത് തിന്മയെന്നും പറയും. മണിക്കൂറുകളോളം നീളുന്ന സാത്താൻ സേവയ്ക്ക് ശേഷം നഗ്നനൃത്തവും പരസ്യമായ ലൈംഗിക വീഴ്ചയും നടക്കും. ഒരിക്കൽ ചെന്ന് പെടുന്നവർക്ക് രക്ഷപ്പെടുക അസാധ്യമാണ്. സമ്പത്തും അതീന്ദ്രിയ ശക്തിയും ലഭിക്കുമെന്നുള്ള വിശ്വാസമാണ് ഇത്തരം ക്രിയകൾ ചെയ്യാൻ അംഗങ്ങൾ തയ്യാറാകുന്നത്. 13 ഇത്തരം സംഘങ്ങളുടെ ഇഷ്ട നമ്പർ. മാസത്തിൽ ഈ ദിവസത്തിലാണ് പലപ്പോഴും ഇവർ സേവ നടത്താൻ തിരഞ്ഞെടുക്കാറ്. 13-ാം തീയതി വെള്ളിയാഴ്ച കൂടിയായാൽ ഇവരുടെ ക്രിയകൾ കൂടുതലായി നടക്കും. 666 സാത്താന്റെ ഇഷ്ട നമ്പർ. സാത്താൻ സേവകർ ഈ നമ്പറുള്ള ഫ്ളാറ്റുകളും വീടുകളുമാണ് ക്രിയകൾക്കായി തിരഞ്ഞെടുക്കുക. ഇവർക്ക് തലതിരിഞ്ഞ കുരിശും സാത്താന്റെ ബൈബിളും കറുപ്പും ചുവപ്പും നിറമുള്ള വസ്ത്രങ്ങളുമെല്ലാം പ്രധാനമാണ്. കൊച്ചു പെൺകുട്ടികളെ ഉപയോഗിച്ചുള്ള ആഭിചാര കർമ്മങ്ങളും ഇവരുടെ രീതിയാണത്രേ. 2010 കേരളത്തിൽ ഇത്തരം സംഘങ്ങളുടെ ശക്തമായ സാന്നിധ്യം പോലീസ് തിരിച്ചറിയുന്നത്. അന്ന് വെള്ളാപ്പള്ളി സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിലെ സക്രാരി തുറന്ന് തിരുവോസ്തി അപഹരിച്ച സംഭവത്തിൽ പിശാചിനെ ആരാധിക്കുന്ന സംഘത്തെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണെന്ന റിപ്പോർട്ടും അന്ന് പുറത്തു വന്നിരുന്നു. ആലപ്പുഴയിലെയും അടുത്തുള്ള ജില്ലകളിലെയും വ്യവസായ പ്രമുഖർ അടക്കമുള്ള പല സമ്പന്നരും പിശാചിനെ ആരാധിക്കുന്നവരാണത്രേ. എന്നാൽ ഇവർക്ക് ഏറെ സ്വാധീനമുള്ളതിനാൽ കേസ് ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് ആലപ്പുഴ രൂപത ആരോപിച്ചിരുന്നു. അജ്ഞാതരായ ചിലർ വെള്ളാപ്പള്ളി സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിലെ സക്രാരി കുത്തിത്തുറന്ന് തിരുവോസ്തി അപഹരിക്കുകയും സമീപ പ്രദേശങ്ങളിൽ ഇടുകയും ചെയ്യുകയായിരുന്നു. ആ സംഭവത്തെ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അപലപിച്ചിരുന്നു. പിശാചിനെ ആരാധിക്കുന്നവരെന്ന് കരുതുന്നവർ 3 മാസത്തിലൊരിക്കൽ പ്രാർത്ഥനയ്ക്കായി സമ്മേളിക്കുന്ന തുമ്പോളി പള്ളിക്ക് സമീപമുള്ള മോസോളിക് ഹാളിൽ സമ്മേളിക്കാറുണ്ടെന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് നോർത്ത് പോലീസ് പരിശോധന നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. അതീന്ദ്ര ജ്ഞാനവും പിന്നെ ഇഷ്ടംപോലെ സമ്പത്തും കിട്ടുമെന്നൊക്കെയുള്ള പ്രലോഭനങ്ങളിലാണ് ഈ ചെകുത്താനെ ആരാധിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നടത്താന്നുള്ള ഒരു പ്രലോഭനത്തിൽ ഉൾപ്പെട്ട് അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെ ഉള്ളിടത്ത് ചെന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഊരിപ്പോകാൻ സാധിക്കില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.